നീനാസ് PSC പോയിന്റ്സ്. ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നീനാസ് PSC പോയിന്റ്സ്. നീനാസ് PSC പോയിന്റ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിലെ ദേശീയ കക്ഷികൾ, സംസ്ഥാന കക്ഷികൾ, ചില തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ എന്നിവയും ഈ പാഠത്തിന്റെ ഭാഗമായി പഠിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയിലെ 324 മുതൽ 329 വരെയുള്ള അനുച്ഛേദങ്ങൾ, ഭരണഘടന 7-ാം ഭാഗത്തിലെ യൂണിയൻ ലിസ്റ്റ് നമ്പർ 72, സ്റ്റേറ്റ് ലിസ്റ്റ് നമ്പർ 37, ജനപ്രാതിനിധ്യ നിയമം 1951 എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നിർവാചൻ സദൻ, ന്യൂഡൽഹി. രൂപീകരിക്കപ്പെട്ട ദിവസം 1950 ജനുവരി 25. ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ, അതായത് ദേശീയ സമ്മതിദായക ദിനമായി 2011 മുതൽ ആചരിക്കപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും. എല്ലാ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യണമെങ്കിൽ 2/3 ഭാഗം വോട്ടുകളോടെ പാർലമെന്റ് ആദ്യം ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കിയിരിക്കണം. മറ്റ് 2 പേരെയും നീക്കം ചെയ്യാൻ ഇംപീച്ച്മെന്റ് ആവശ്യമില്ല. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അവരെ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷമോ 65 വയസ്സോ, ഏതാണ് ആദ്യം വരുന്നത് അതുവരെ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സ്ഥാനത്തിലും ശമ്പളത്തിലും സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തുല്യരാണ്. ഇപ്പോൾ പ്രതിമാസ ശമ്പളം 2,50,000 രൂപ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ. 2021 ഏപ്രിൽ 13 സുനിൽ അറോറയ്ക്ക് 65 വയസ്സ് തികയും. അന്ന് സുനിൽ അറോറ വിരമിക്കും. സുനിൽ അറോറയുടെ കൂടെയുള്ള 2 ഇലക്ഷൻ കമ്മീഷണർമാർ സുശീൽ ചന്ദ്ര, രാജീവ് കുമാർ എന്നിവർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവി. ആദ്യത്തെ മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ TN ശേഷൻ. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ, നിലവിൽ സുനിൽ അറോറ. ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവി. ആദ്യത്തെ മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ TN ശേഷൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊണ്ടത് 1993 ഡിസംബർ 3-നാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതും അതിനുവേണ്ട വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സ്റ്റേറ്റ് ഗവർണർ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്ക്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് തുല്യമായ പദവിയും ശമ്പളവുമാണ് ഉള്ളത്. ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ASK രാമസ്വാമി. 31/3/2021 മുതൽ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ.
തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഓരോ സംസ്ഥാനത്തിലും നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ടീക്കാറാം മീണയാണ്. നിലവിൽ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ടീക്കാറാം മീണ. നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് ഇന്ത്യ. രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നാഷണൽ പാർട്ടി എന്നോ സ്റ്റേറ്റ് പാർട്ടി എന്നോ അംഗീകാരം നൽകേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇനി പറയുന്ന 3 നിബന്ധനകളിൽ ഏതെങ്കിലും ഒരെണ്ണം നേടുന്ന പാർട്ടിക്ക് നാഷണൽ പാർട്ടി എന്ന സ്റ്റാറ്റസ് ലഭിക്കും. 1. 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നായി ആകെ ലോക്സഭാ സീറ്റുകളുടെ 2% ജയിക്കണം. അതായത് 3 സ്റ്റേറ്റുകളിൽ നിന്നായി 11 ലോക്സഭാ സീറ്റുകൾ ജയിക്കുന്ന പാർട്ടി നാഷണൽ പാർട്ടിയാണ്. 2. ലോക്സഭയിലേക്കോ അസംബ്ലിയിലേക്കോ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വാലിഡായ ആകെ വോട്ടുകളുടെ 6% 4 സംസ്ഥാനങ്ങളിലെങ്കിലും നേടിയിരിക്കണം. അതോടൊപ്പം ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്നായി 4 ലോക്സഭാ സീറ്റുകളും നേടണം. 3. 4 സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് പാർട്ടി പദവിയുണ്ടെങ്കിലും നാഷണൽ പാർട്ടി സ്റ്റാറ്റസിന് അർഹരാണ്. ഇങ്ങനെ നാഷണൽ പാർട്ടി പദവിയുള്ള 8 രാഷ്ട്രീയ കക്ഷികളാണ് ഇന്ത്യയിലുള്ളത്. നാഷണൽ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം മറ്റ് പാർട്ടികൾക്ക് അനുവദിക്കുകയില്ല. ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ കക്ഷികൾ: ഭാരതീയ ജനതാ പാർട്ടി BJP, ചിഹ്നം താമര. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC, ചിഹ്നം കൈ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPM, ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI, ചിഹ്നം ധാന്യക്കതിരും അരിവാളും. ബഹുജൻ സമാജ് പാർട്ടി BSP, ചിഹ്നം ആന. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് AITC, ചിഹ്നം പുല്ലും പൂക്കളും. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP, ചിഹ്നം ക്ലോക്ക്. നാഷണൽ പീപ്പിൾസ് പാർട്ടി NPP, ചിഹ്നം പുസ്തകം. 2019 ദേശീയ കക്ഷി സ്ഥാനം ലഭിച്ച നാഷണൽ പീപ്പിൾസ് പാർട്ടി മേഘാലയയിലും മണിപ്പൂരിലുമാണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത്. സ്റ്റേറ്റ് പാർട്ടീസ്. ഒരു സംസ്ഥാന കക്ഷിയായി അംഗീകാരം കിട്ടാൻ ഇനി പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുപ്പിൽ നേടിയിരിക്കണം. 1. സംസ്ഥാനത്ത് നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സാധുവായ വോട്ടുകളുടെ 6% നേടണം. അതോടൊപ്പം 2 അസംബ്ലി സീറ്റും ജയിക്കണം. ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ സംസ്ഥാനത്ത് 6% വാലിഡ് വോട്ടും 1 ലോക്സഭാ സീറ്റും നേടണം. 2. ആകെ അസംബ്ലി സീറ്റുകളുടെ 3% അല്ലെങ്കിൽ 3 സീറ്റുകൾ. ഏതാണ് കൂടുതൽ എന്ന് വെച്ചാൽ അത് നേടിയിരിക്കണം. 3. സംസ്ഥാനത്ത് 25 എണ്ണമോ അതിൽ കുറവോ ലോക്സഭാ സീറ്റുകളുണ്ടെങ്കിൽ 1 ലോക്സഭാ സീറ്റ് നേടിയിരിക്കണം. സംസ്ഥാനത്ത് 8% വാലിഡ് വോട്ട് നേടിയാലും സ്റ്റേറ്റ് പാർട്ടിയായി അംഗീകാരം ലഭിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ 52 അംഗീകൃത സംസ്ഥാന പാർട്ടികൾ ഉണ്ട്. ഇവയിൽ കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട സംസ്ഥാന പാർട്ടികളും അവർക്ക് റിസർവ് ചെയ്ത ചിഹ്നങ്ങളും: ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ചിഹ്നം ഏണി. ജനതാദൾ സെക്യുലർ, ചിഹ്നം തലയിൽ കറ്റയേന്തിയ കർഷക സ്ത്രീ. കേരള കോൺഗ്രസ്, ചിഹ്നം രണ്ടില. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി RSP, ചിഹ്നം മൺവെട്ടിയും കോരിയും. തമിഴ്നാട്ടിലെ 2 പ്രമുഖ സംസ്ഥാന കക്ഷികൾ: ദ്രാവിഡ മുന്നേറ്റ കഴകം DMK, ചിഹ്നം ഉദയസൂര്യൻ. ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം AIADMK, ചിഹ്നം രണ്ടില. തെലുങ്കുദേശം പാർട്ടി സൈക്കിൾ, തെലുങ്കാന രാഷ്ട്ര സമിതി കാർ, YSR കോൺഗ്രസ് ഫാൻ, ആം ആദ്മി പാർട്ടി ചൂൽ, ബിജു ജനതാദൾ ശംഖ്, ജനതാദൾ യുണൈറ്റഡ് അമ്പ്, സമാജ്വാദി പാർട്ടി സൈക്കിൾ, ശിവസേന വില്ലും അമ്പും. ഇവയെല്ലാം പ്രധാനപ്പെട്ട അംഗീകൃത സംസ്ഥാന കക്ഷികളും അവയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളുമാണ്.
നാഷണൽ പാർട്ടികൾ, സ്റ്റേറ്റ് പാർട്ടികൾ എന്ന അംഗീകാരമില്ലെങ്കിലും ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് 2600-ലധികം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. രാജ്യസഭാംഗമാകാനും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാകാനും വേണ്ട മിനിമം പ്രായം 30 വയസ്സ്. ലോകസഭാംഗമാകാനും സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമാകാനും വേണ്ട മിനിമം പ്രായം 25 വയസ്സ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയിലേക്ക് മത്സരിക്കാൻ വേണ്ട മിനിമം പ്രായം 21 വയസ്സ്. ഒരു പൗരന് വോട്ട് ചെയ്യാൻ വേണ്ട കുറഞ്ഞ പ്രായം 18. 1989-ലാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18ആയി കുറച്ചത്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കാലത്ത് 1988-ലെ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 18ആക്കിയത്. ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് ഓരോ സ്ഥാനാർത്ഥിയും ജാമ്യസംഖ്യ കെട്ടിവെക്കേണ്ടതുണ്ട്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നവർ കെട്ടിവെക്കേണ്ടത് 15,000 രൂപയാണ്. ലോക്സഭയിലേക്ക് മത്സരിക്കുന്നവർക്ക് 25,000 രൂപയും അസംബ്ലി സ്ഥാനാർത്ഥികൾക്ക് 10,000 രൂപയുമാണ് ജാമ്യത്തുക. ഗ്രാമപഞ്ചായത്ത് 1000 രൂപ, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവ 2,000 രൂപ, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവ 3,000 രൂപ. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പകുതി തുക മതിയാകും. തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള വാലിഡ് വോട്ടുകളിൽ 1/6 ഭാഗത്തിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയാത്ത സ്ഥാനാർത്ഥിയുടെ ജാമ്യത്തുക നഷ്ടപ്പെടുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലായിരുന്നു ആദ്യ വോട്ടിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ആദ്യ തിരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. എന്നാൽ ഇതിനു മുൻപ് 1948 ജൂലൈയിൽ മണിപ്പൂരിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. മണിപ്പൂർ ഇന്ത്യയിൽ ചേരണമോ എന്ന് തീരുമാനിക്കാനുള്ള തിരഞ്ഞെടുപ്പ്. പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് ഇത്. സെഫോളജി. വോട്ടിംഗിലെ ട്രെൻഡുകൾ ശാസ്ത്രീയമായി പഠിച്ച് തിരഞ്ഞെടുപ്പ് പ്രവചനം നടത്തുന്നതാണ് സെഫോളജി. ഇന്ത്യയിൽ സെഫോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് NDTVയിലെ പ്രണോയ് റോയ് ആണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. വോട്ട് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായി ഉപയോഗിച്ചത് 1982 കേരളത്തിലെ വടക്കൻ പറവൂർ എന്ന അസംബ്ലി മണ്ഡലത്തിലെ 50 പോളിംഗ് ബൂത്തുകളിലായിരുന്നു. വോട്ടുകൾ അസാധുവാകുന്നില്ല, കടലാസ് ചെലവാകുന്നില്ല, വോട്ടെണ്ണൽ എളുപ്പമാകുന്നു തുടങ്ങിയവയാണ് ബാലറ്റ് പേപ്പറിനെ അപേക്ഷിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുള്ള മെച്ചം. വിവിപാറ്റ്. വിവിപാറ്റിന്റെ പൂർണ്ണരൂപം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയത് എന്നറിയാനുള്ള മാർഗമാണ് വിവിപാറ്റ്. EVMൽ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് EVMുമായി കണക്ട് ചെയ്ത വിവിപാറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയുടെ സീരിയൽ നമ്പറും പേരും ചിഹ്നവും അടങ്ങിയ പ്രിന്റ് ഉണ്ടാകും. അത് നോക്കി വോട്ടർക്ക് വോട്ടിങ്ങിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാം. നാഗാലാൻഡിലെ നോക്സൺ മണ്ഡലത്തിലാണ് വിവിപാറ്റ് ആദ്യം ഉപയോഗിച്ചത്. നോട്ട. നോട്ടയുടെ പൂർണ്ണരൂപം നൺ ഓഫ് ദി അബവ്. സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ യോഗ്യരായ ആരുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആർക്കും വോട്ട് ചെയ്യാതെ നമുക്ക് നിഷേധ വോട്ട് രേഖപ്പെടുത്താം. നോട്ട എന്ന പേരിന് നേരെയുള്ള ബട്ടൺ അമർത്തിയാൽ മതി. നോട്ടയ്ക്ക് കിട്ടിയ വോട്ടുകൾ അസാധു വോട്ടുകളായാണ് ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കുന്നത്. ലോകത്ത് നോട്ട ഏർപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആണ്. ഏഷ്യയിൽ ആദ്യം ബംഗ്ലാദേശ്.
നോട്ട ഏർപ്പെടുത്തിയ ഏഷ്യയിലെ 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എപ്പിക്. എപ്പിക്കിന്റെ പൂർണ്ണരൂപം ഇലക്ടറൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്. പഴയ വോട്ടേഴ്സ് ID കാർഡിന് പകരം ഏർപ്പെടുത്തിയതാണ് 10 ഡിജിറ്റുള്ള എപ്പിക്. ആദ്യത്തെ 3 എണ്ണം അക്ഷരങ്ങളും ബാക്കി 7 എണ്ണം അക്കങ്ങളുമുള്ള കാർഡാണ് എപ്പിക്. ഇലക്ഷൻ ഓഫീസേഴ്സ്. ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ ഒരു ജില്ലയിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ. ജില്ലാ കലക്ടറെയാണ് സാധാരണയായി ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറായി നിയമിക്കാറുള്ളത്. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും തിരുത്തുന്നതിനും അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പ് നടത്തൽ, വോട്ടെണ്ണൽ എന്നിവയുടെ നിയമപരമായ അധികാരം റിട്ടേണിംഗ് ഓഫീസർക്കാണ്. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെയാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ഒരു പോളിംഗ് സ്റ്റേഷനിൽ തിരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പ്രിസൈഡിംഗ് ഓഫീസർ. പോളിംഗ് ഓഫീസേഴ്സ് വോട്ടിംഗിന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ സഹായികളായി പ്രവർത്തിക്കുന്നവരാണ് പോളിംഗ് ഓഫീസർമാർ. ഡിയർ ഫ്രണ്ട്സ്, ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ചും ഇലക്ഷനെക്കുറിച്ചും നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത്. PSC മാത്രമല്ല, മറ്റ് മത്സര പരീക്ഷകൾക്കും ആവശ്യം വേണ്ട വിവരങ്ങളാണ് ഇവിടെ നൽകിയത്. എല്ലാവർക്കും നന്ദി.